باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, ലോകൈകനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്നും കഴിവിൻ്റെ പരമാവധി ആ നാഥനെ സൂക്ഷിച്ച് ജീവിച്ച് മരണപ്പെടണമെന്നും ആദ്യം സ്വന്തത്തെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് മരണാനന്തരം നമ്മൾ കാണാനിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഉഗ്രകോപമായ സത്യനിഷേധികൾക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള നരകം എന്ന ഏറ്റവും മോശമായ ഭവനത്തെ സംബന്ധിച്ചാണ്. ഖുത്ബ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം സഹോദരന്മാരിൽ ചിലർ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു വല്ലാത്ത ഖുത്ബയായിപ്പോയി, വല്ലാതെ പേടിച്ചുപോയി. പേടിക്കത്തക്കതാണ് നമ്മുടെ വേദമായ ഖുർആൻ. ആയത്തുകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ഓരോ ഘട്ടത്തിലും സഹാബത്തിനെയാണ്, നമ്മളെയൊന്നുമല്ല, ഈമാനിൻ്റെ അങ്ങേയറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല സമുദായം, എൻ്റെ സമുദായത്തിലെ ഏറ്റവും നല്ല വിഭാഗം ജീവിക്കുന്നത് ഇക്കാലത്താണ് എന്ന് പ്രവാചകൻ ആരെക്കുറിച്ചാണ് പരിചയപ്പെടുത്തിയത് അവരോടാണ് നബി പറഞ്ഞത്, ഓരോ ഘട്ടത്തിലും നിനക്ക് നരകത്തിൽ പോകേണ്ട പേടിയില്ല എന്ന് ചോദിക്കും. പലപ്പോഴും കയ്യിൽ 2 വളയിട്ട് വന്ന ഒരു സഹോദരിയോട്, സഹാബ വനിതയോടാണ് നബി ചോദിച്ചത്, സക്കാത്ത് കൊടുക്കാറുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നരകത്താലുള്ള അഗ്നിയാലുള്ള 2 വളകൾ അണിയിക്കപ്പെടുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചു. ഇങ്ങനെ പല സഹാബത്തിനോടും പലപ്പോഴും നരകത്തെക്കുറിച്ച് പ്രവാചകൻ താക്കീത് ചെയ്ത് നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതവും അന്നത്തെ ആളുകളുടെ ജീവിതവും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മൾ എത്ര അകലത്തിലാണ്. ഇന്നെങ്ങാനുമാണ് പ്രവാചകൻ നമുക്കിടയിലാണ് ജീവിക്കുന്നത് എങ്കിൽ നമ്മളെ ഒരു ദിവസം എത്ര തവണ അതേക്കുറിച്ച് ആവർത്തിച്ച് താക്കീത് ചെയ്യുമായിരുന്നു എന്നൊന്ന് ആലോചിച്ചാൽ മതി. എന്നാൽ ഇതിൻ്റെ മറുപുറവും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എവിടെയാണോ ഖുർആൻ നരകത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് അവിടെയൊക്കെയും സത്യവിശ്വാസികൾക്ക് ആശ്വാസമായി സ്വർഗത്തെക്കുറിച്ചും അള്ളാഹു വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ
ഇതൊക്കെയേ ഉള്ളൂ എന്ന് ചിലരിങ്ങനെ സംശയം ചോദിക്കാറുണ്ട്. ഇതേ ഉള്ളൂ അവിടെ ഉറുമാമ്പഴം മാത്രമേ ഉള്ളൂ, അവിടെ മുന്തിരിയേ ഉള്ളൂ. നമുക്ക് മനസ്സിലാകുന്ന വാക്കുകളല്ലേ അള്ളാഹുവിന് പറഞ്ഞു തരാൻ പറ്റുമോ? നമുക്ക് പരിചയമില്ലാത്ത, നമുക്ക് കേട്ടറിവില്ലാത്ത, നമുക്ക് കണ്ടറിവില്ലാത്തൊരു കാര്യം എങ്ങനെയാണ് അള്ളാഹു നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരിക? അത് അസാധ്യമാണ്. എന്നിട്ട് അള്ളാഹു ഒരു ഖുദ്സിയ ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നി അദത്തു ലി ഇബാദി, എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും ഇതുവരെ കേൾക്കുക പോലും ചെയ്യാത്തത്, വമാ ഖത്തറ ബിബാലി അഹദിൻ, ഒരാളുടെയും മനസ്സിൽ വിഭാവനം ചെയ്യാൻ പോലും കഴിയാത്തതാണ്. അത്ര മഹനീയമായത്, അത്ര സൗന്ദര്യം നിറഞ്ഞത്, അത്ര സൗരഭ്യമുള്ളതാണ് ഞാൻ എൻ്റെ അടിമകൾക്ക് വേണ്ടി അഅദത്തു ലി ഇബാദി. അത് അള്ളാഹുവാണ് തീരുമാനിക്കുക ആരാണ് അതിനർഹരായ എൻ്റെ അടിമകളെന്ന്. അവിടെ നമുക്കൊരായത്ത്, ഇന്ന് സുബഹിക്ക് നമ്മൾ കേട്ടൊരായത്ത് നമുക്ക് വായിക്കാൻ പറ്റും. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സിനും അറിയുകയില്ല, ഒരു നഫ്സിനും അറിയില്ല. പ്രവാചകന്മാർക്ക് പോലും വളരെ ചുരുക്കി അള്ളാഹ് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. പലപ്പോഴും സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. റമദാൻ മാസമായാൽ ഫുത്തിഹത്ത് അബുവാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ മുഴുവൻ കവാടങ്ങളും തുറക്കപ്പെടും. പക്ഷെ ആർക്കും അള്ളാഹ് കാണിച്ചു കൊടുക്കില്ല. അത് സത്യവിശ്വാസികൾക്കൊരു സന്തോഷ വാർത്തയാണ്. അതാ നിങ്ങൾക്ക് കടക്കണമെങ്കിൽ ഇപ്പോൾ അവസരമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള വേളയാണിത്. പല സന്ദർഭങ്ങളിലും പ്രവാചകൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, ഇന്ന സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹു തൻ്റെ അടിമകൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സ്വർഗത്തിൻ്റെ മുഴുവൻ കവാടങ്ങളും, നരകത്തിന് 7 ആണെങ്കിൽ സ്വർഗത്തിന് 8 കവാടങ്ങൾ, തൻ്റെ അടിമകളോടുള്ള അള്ളാഹുവിൻ്റെ പ്രിയമാണത്, കാരുണ്യം, ഇഷ്ടമാണ്, ഒരു കരുതൽ. എങ്ങനെ നരകത്തേക്കാൾ കൂടട്ടെ സ്വർഗത്തിലെന്ന് അള്ളാഹു ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ അടിമകൾക്കായി 8 കവാടങ്ങൾ, ആ 8ഉം തുറക്കപ്പെടും എന്നാണ്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅ്യുൻ, കണ്ണിന് കുളിർമയേകുന്ന എന്തെല്ലാം അനുഭവങ്ങളും കാഴ്ചകളുമാണ് എന്ന് ഒരു നഫ്സിനും അറിയുകയില്ല. അത് ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ്. ആ 8 കവാടങ്ങളുടെ ദൈർഘ്യം പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. 2 രാജ്യങ്ങളുടെ പേരാണ്, അത് 2 മധ്യേഷ്യയിലാണ്. മറ്റൊരു ഹദീസിൽ 40 ഖരീഫൻ എന്നാണ്, 40 വർഷത്തെ വഴിദൂരം. 40 വർഷം യാത്ര ചെയ്താൽ ഒരു മനുഷ്യൻ എത്ര ദൂരം താണ്ടുമോ അത്ര അകലമുണ്ട് 2 മിസ്റാഹുകൾ തമ്മിൽ, ഓരോ കവാടത്തിൻ്റെയും 2 പാളികളും തമ്മിലെന്ന്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഈ 8 കവാടത്തിങ്കലും ഒരു നാൾ വലിയ തിരക്കനുഭവപ്പെടും എന്ന് പറഞ്ഞാൽ അത്ര ആളുകൾ അവിടെ പ്രവേശിക്കാനിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലാണ് ആദ്യമായി ആളുകളെല്ലാം മുൻകടന്ന് ചെല്ലുക. എന്നിട്ട് ആ സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ ഒന്നിൽ പ്രവാചകൻ തട്ടും. അവിടെ നിന്ന് മലക്ക് വിളിച്ചു ചോദിക്കും, മൻ ഹാദ, ഇതാരാണ്? അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. വളരെ വിനയത്തിൽ പ്രവാചകൻ്റെ മറുപടിയാണ്. അവിടെ നിന്ന് മറുപടി ഉണ്ടാകും, ബിക ഉമിർത്തു, താങ്കളെ കൊണ്ടാണ് എനിക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ താങ്കൾക്കാണ് ആദ്യമായി സ്വർഗ കവാടം തുറന്നു തരേണ്ടത് എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞു സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കാൻ തുടങ്ങുമെന്നാണ്. പ്രവാചകൻ്റെ മുൻപിലാണ് ആദ്യം തുറക്കുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ തൊട്ട് അനുയായികളും അതിനുശേഷം സാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും ഒക്കെ സ്വർഗത്തിൽ അങ്ങനെ കയറാൻ തുടങ്ങും. അപ്പോഴാണ് തിരക്കനുഭവിക്കുക. വഅഫാ ഉൽ ഈമാൻ, ഈമാനിൽ ദുർബലരായ ആളുകൾ പോലും ആ ചുളിവിൽ അങ്ങ് കയറിപ്പോകുന്നതാണ്. അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് വഈഫുൽ ഈമാൻ, ഈമാൻ ദുർബലമായ ആളുകൾ, ചില സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ ദാലിക അദ്നൽ ഈമാൻ എന്ന് പറയുന്നുണ്ട്. ഏറ്റവും നിസാരമായ ഈമാനിൽ ഏറ്റവും ശോഷിച്ചത് അതാണ്. അതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന്. ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് തടയണം. കൈകൊണ്ട് അഥവാ ആയുധം കൊണ്ട് നിങ്ങൾക്ക് തടയാൻ പറ്റിയില്ലെങ്കിലോ നാവ് കൊണ്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കെങ്കിലും വേണം. ഒരു തിന്മ കണ്ടാൽ നമ്മുടെ ഈമാൻ എവിടെ നിൽക്കും? എനിക്കും നിങ്ങൾക്ക് ആലോചിക്കാനുള്ളൊരു ഹദീസാണത്. ഒന്ന് വരച്ചു നോക്കാം. ഇപ്പോൾ തിന്മ ഉണ്ടാ നമ്മൾ അവിടെ വെക്കുന്നു അല്ലെ, ചിലപ്പോൾ നമ്മളതിന് കൂടെ കൂടും.
എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്, അപ്പോൾ നമുക്കും പോകാം കടപ്പുറത്തേക്ക് അല്ലേ. അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ കൂടെ സ്റ്റാർ തൂക്കാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യങ്ങളിൽ പോലും നമുക്ക് വെറുപ്പില്ലെങ്കിൽ, മനസ്സുകൊണ്ടെങ്കിലും നമുക്കതിനോട് വിയോജിപ്പില്ലെങ്കിൽ നമ്മൾ ഈമാൻ്റെ ഏറ്റവും താഴേതിൻ്റെയും താഴെയാണ്. വഈഫുൽ ഈമാനിനെയാണ് അവിടെ പ്രവേശിപ്പിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൻ്റെയും താഴെയുള്ള അദ്അഫുൽ ഈമാനായി പോകരുത്. ഒരുപാട് സുഖാസ്വാദനങ്ങളാണ് അവിടെ ഉള്ളത്, സുഖങ്ങൾ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ, സൂറത്തുൽ വാഖിഅ ആയത്താണ്. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ലോകത്തെ വലിയൊരു ശതകോടീശ്വരൻ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് കോടി രൂപ സ്വന്തമായിട്ടുള്ള ഒരാളെല്ലാം ഉപേക്ഷിച്ച് പോയി. എന്തിനാണ്? ഇങ്ങനെയൊക്കെ സമ്പാദിച്ചിട്ടും മനസ്സിന് സമാധാനമില്ല. ഇങ്ങനെയൊക്കെ സമ്പാദിച്ചിട്ടും ആർക്കോ കൊടുത്തിട്ട് അദ്ദേഹം പോയി കളഞ്ഞു എന്നാണ്. എന്തിന്? സമാധാനം തേടിയൊരു യാത്രയാണ് അല്ലേ. നമ്മളെ വലിയ പ്രശ്നം എന്താണ്? സമാധാനക്കേടാണ്. ചില സ്ഥലങ്ങളിൽ വളരെ മോശമായ സംസാരമാണ്. ഞാൻ ഇനി ഇങ്ങോട്ടില്ല, ഇനി അവിടെ ആ സംഘത്തിലേക്ക് ഞാൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമുക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത വാക്കുകൾ കേൾക്കേണ്ടി വരുന്നു. നമ്മളെക്കുറിച്ച് മാത്രമല്ല, പൊതുവിൽ കേൾക്കാൻ പാടില്ലാത്തത്, കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് ഒക്കെ കേൾക്കേണ്ടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് വിചാരിക്കും. ചില കാഴ്ചകൾ കാണുമ്പോൾ, ചില ആളുടെ സ്വഭാവം കാണുമ്പോൾ. അല്ലാഹു പറയാണ് ലാ യസ്മഊന ഫീഹാ ലഗ്വൻ, ഒരനാവശ്യ വർത്താനം അവിടെ കേൾക്കൂല. വലാ തഅസീമ, വേണ്ടാതീനം കുറ്റകരമായൊരു കാര്യം. പിന്നെന്താ കേൾക്കൂ? ഇല്ലാ ഖീലൻ സലാമൻ സലാമ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സലാം എന്നല്ലാതെ, സമാധാനത്തിൻ്റെ വർത്തമാനമല്ലാതെ, സമാധാനം അസ്സലാമു അലൈക്കും, ഈ മലക്കുകൾ പോലും വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സൂറത്തു റഅദിലെ ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിൻ്റെ ബാക്കി അതാണ്. സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ എല്ലാ കവാടങ്ങളിൽ കൂടിയും അവരെ ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ വന്നിറങ്ങിക്കൊണ്ടേയിരിക്കുന്നതാണ്. അല്ല, ഇങ്ങനെ കൺഗ്രാജുലേഷൻ ആശംസ വാക്കുകൾ പറയാൻ വേണ്ടിയിട്ടേ, ആശീർവദിക്കാൻ വേണ്ടിയിട്ട്, അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഹാഭാഗ്യവാന്മാരാട്ടാ എന്ന് ആശംസിക്കാൻ വേണ്ടി മലക്കുകൾ ഒന്നും രണ്ടൊന്നല്ല, നമ്മളെ അപേക്ഷിച്ച്, മനുഷ്യരെ അപേക്ഷിച്ച് എത്രയോ ഇരട്ടി വരും. അവർ നിലയ്ക്കാതെ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ഈ കിട്ടിയതുണ്ടല്ല, അത് വലിയൊരു സമ്മാനം തന്നെയാണ്. എന്തിൻ്റെ കാരണമാണ്? സ്വബറാണ്, ക്ഷമ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇല്ലാതെ പോകുന്നതാണ് അല്ലേ. ചിലപ്പോൾ വൃദ്ധരായ മാതാപിതാക്കളുമായിട്ട് നമുക്ക് ക്ഷമിക്കാൻ കഴിയാതെ പോകുന്നു. ആളുകളുമായി സംസാരിക്കുമ്പോൾ ഇനി ഞാൻ വിട്ടുകൊടുക്കൂല എന്ന് പറയല്ലോ നമ്മൾ, ഇനി ഞാൻ ക്ഷമിക്കൂല എന്ന് പറയാറില്ലേ. വേറെ ചില ആളുകൾക്ക് ആദർശത്തിൻ്റെ കാര്യത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ, ഇസ്ലാം എന്ന ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ ബന്ധുക്കളുടെ തല്ല് കൊണ്ടിട്ട് അപസ്മാര രോഗം വന്നൊരാൾ എനിക്കറിയാം. ഒരുപാട് കാലം മുമ്പ് ഞാൻ പരിചയപ്പെട്ടതാണ്. അദ്ദേഹത്തിന് തലയിൽ എവിടെയോ കാര്യമായ ക്ഷതം സംഭവിച്ചിട്ട് പലപ്പോഴും അദ്ദേഹം മറിഞ്ഞു വീണിട്ടുണ്ട്. ഒരു വീഴ്ച എൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന്. ഞാൻ ഈ മതം സ്വീകരിച്ചതിന് എൻ്റെ ബന്ധുക്കൾ സമ്മാനിച്ചതാണ് എനിക്ക് ഈ രോഗം എന്ന് പറഞ്ഞു. സബർ. ചിലപ്പോൾ നമ്മൾ തൗഹീദിൻ്റെ മുവഹിദുകളായതിൻ്റെ പേരിൽ കുടുംബക്കാർ ഉപേക്ഷിക്കും. ചിലപ്പോൾ കല്യാണത്തിന് വിളിക്കൂല. അങ്ങനത്തെ ആളുകൾ പരിചയമുണ്ട്. കുടുംബക്കാർ ഉപേക്ഷിച്ച് കളയും അല്ലെ. സ്വഹാബത്തിൻ്റെ ഒക്കെ ജീവിതം പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും. മാതാപിതാക്കൾ തന്നെ കെട്ടിയിട്ടത്, അടുത്ത ബന്ധുക്കളാണ് കെട്ടിയിട്ടത്, അടുത്ത ബന്ധുക്കളാണ് കല്ലെടുത്തെറിഞ്ഞത്. ത്വായിഫിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം തേടിപ്പോൾ എന്താണ്? ഉമ്മയുടെ ആളുകൾ കുറച്ച് കനിവുണ്ടാവും, പക്ഷേ അവിടുന്ന് കനിവിൻ്റെ തരിമ്പ് കിട്ടിയില്ല. സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും, നിങ്ങളുടെ ആദർശത്തിൻ്റെ പേരിൽ പൊതുജനങ്ങൾ നിങ്ങളെ കല്ലെറിഞ്ഞപ്പോൾ, നിങ്ങളെ കൂകി വിളിച്ചപ്പോൾ, നിങ്ങൾ അകറ്റി നിർത്തിയപ്പോൾ, നിങ്ങളെ അവരുടെ കൂട്ടത്തിൽ കൂട്ടാതിരുന്നപ്പോൾ നിങ്ങൾ ആദർശം വിട്ടില്ല. ക്ഷമയോടുകൂടി ഈ ആദർശത്തെ മുറുകെ പിടിച്ചതിന് അള്ളാഹുവിൻ്റെ സമ്മാനമാണിത്. രോഗമുണ്ടാകുമ്പോൾ അവിടെ ക്ഷമ വേണം അല്ലെ. രോഗം ഉണ്ടാകുമ്പോഴേക്കും വേഗം ഓടി പടച്ചോൻ എന്തുകൊണ്ടാണ് എൻ്റെ രോഗം മാറാത്തത് എന്ന് കരുതിയിട്ട് പലതരത്തിലുള്ള ഡോക്ടർമാരെയൊക്കെ കണ്ട് അവസാനം ഡോക്ടർമാരെ മടുത്തു. ഇനി നമുക്ക് വേറെ വഴിക്കൊന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ അല്ലാഹുവല്ലാത്ത, അള്ളാഹുവിന് അനിഷ്ടകരമായ കേന്ദ്രങ്ങളിലേക്കുള്ള ഓട്ടമാണ്. പിന്നെ ഏത് ജാതിക്കാരൻ, ഏത് മതക്കാരനാണ്, ഏത് പ്രസ്ഥാനക്കാരനാണ്, എങ്ങോട്ടാണ് വിളിക്കണമെന്ന് വെച്ചാൽ അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകും. അങ്ങനെ ദുനിയാവും പോയി, ക്ഷമയില്ലാത്തത് കൊണ്ട് ആഖിറവും നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ബിമാ സബർത്തും, ക്ഷമയാണ്. വകദാലിക ജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്നതൻ അതസ്ബിറൂൻ,
സൂറത്തു അൽ ഫുർഖാനിലെ ആയത്താണത്. വമാ അർസൽനാ ഖബലക മിനൽ മുർസലീന ഇല്ലാ ഇന്നഹും ലയഅകുലൂന അത്ത്വആമ വയംശൂന ഫിൽ അസ്വാഖ് വജഅൽനാ ബഅദക്കും ലിബഅദിൻ ഫിത്നതൻ അതസ്ബിറൂൻ. നിങ്ങളിൽ ചിലർക്ക് ഞാൻ പരീക്ഷണമാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അയൽവാസിയായിരിക്കും പരീക്ഷണം, വലിയ ഷർറായിരിക്കും. ചിലപ്പോൾ സ്വന്തം സുഹൃത്തായിരിക്കും, ചിലപ്പോൾ ഇണയായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും, ചിലപ്പോൾ വീട്ടിലെ മാതാപിതാക്കളായിരിക്കും. പരീക്ഷണമാണ്. പ്രായത്തിൻ്റെതായ പ്രയാസങ്ങൾ കൊണ്ട് മാതാപിതാക്കൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നമ്മളെ ക്ഷമ കെടുത്തുന്ന വർത്തമാനങ്ങൾ പറയും. അപ്പോഴെന്ത് ചെയ്യുക? വജഅൽനാ ബഅദക്കും ലിബഅദിൻ ഫിത്നതൻ അതസ്ബിറൂൻ. നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളിൽ ചിലർക്ക് പരീക്ഷണമാക്കി വെച്ചിട്ടുണ്ട്. സ്വർഗം സമ്മാനിക്കുമ്പോൾ മലക്കുകൾ വന്ന് പറയുന്ന വർത്തമാനം എന്താണ്? സലാമുൻ അലൈക്കും ബിമാ സബർത്തും. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന സമാധാനത്തിൻ്റെ വർത്തമാനങ്ങൾ, ഇനി അങ്ങോട്ട് നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്ന സകല സുഖാസ്വാദനങ്ങളുടെയും നിദാനം എന്താണ്? നിങ്ങളുടെ ഭൂമിയിലെ സബറാണ്, ക്ഷമയാണെന്നാണ്. ക്ഷമയ്ക്കുള്ള പ്രതിഫലമാണ്. ധാരാളം ഉണ്ടാവും. ഈ ഉയരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗ്ഗക്കാരുടെ ഉയരം എത്രയാണ്? ഉയരം നിങ്ങളുടെ പിതാവിൻ്റെ ആദ്യ പിതാവായ ആദമിൻ്റെ ഉയരമാണ്. ആളുകളൊക്കെ പറയും, ഓ യൂസുഫ് നബിയുടെ ഈ സൗന്ദര്യം പോലത്തെ സൗന്ദര്യം. അല്ല, യൂസുഫ് നബിയേക്കാൾ സുന്ദരനായിരുന്നു ആര്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യൂസുഫ് നബി ഒരു ഉമ്മ പ്രസവിച്ചതാ. യൂസുഫ് നബിയുടെ ഉമ്മ ആദം നബിയെ അള്ളാഹ് സൃഷ്ടിച്ചതാണ്. എങ്ങനെ? അല്ലദീ ഖലഖ്തു ബിയദയ്യ, ഞാൻ എൻ്റെ 2 കൈകൊണ്ടും പടച്ച എൻ്റെ പടപ്പ് ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നീ ചെയ്യാതിരുന്നത് എന്ന് ഇബ്ലീസിനെ ചോദ്യം ചെയ്യുന്നിടത്ത് അള്ളാഹു പറയുന്ന വാക്കെന്താണ്? അല്ലദീ ഖലഖ്തു ബിയദയ്യ, ഞാൻ എൻ്റെ 2 കൈകൊണ്ടും പടച്ചു എന്നാണ്. അപ്പോൾ അള്ളാഹ് തൻ്റെ കൈകൊണ്ട് പടച്ച സൃഷ്ടി മോശാവോ? ഇല്ല. നിങ്ങളിലെ ആദ്യ പിതാവായ ആദമിനോളം ഉയരമുണ്ടാകും സ്വർഗത്തിൽ കടക്കുന്ന ഓരോരുത്തർക്കും. എത്രയാണ്? 60 ദിറാഅൻ, 60 മുഴ ഉണ്ടാവുന്നതാണ്. സൗന്ദര്യ മത്സരമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എന്ത് ചോട്ടാസുകളൊന്നും എടുക്കൂല, ഉയരം കുറഞ്ഞവരുണ്ടാവില്ല, ഉയരം കൂടിയവരെ എടുക്കുള്ളൂ. ഉയരമാണ് സൗന്ദര്യത്തിൻ്റെ നിദാനം. 60 മുഴ ഉണ്ടാവുന്നതാണ് ഓരോരുത്തരും. അപ്പം ഇങ്ങനെ കുറേ തിന്നാൻ തരുമ്പോൾ നമുക്ക് മടുക്കൂലേ? ഇല്ല. ഇണകളുണ്ടാകുമ്പോൾ നമുക്ക് മടുക്കൂലേ? കൂടുതൽ ഇല്ല. എന്തുകൊണ്ടാണ്? നിങ്ങളിലെ ഭൂമിയിലെ നല്ല ആരോഗ്യവാനായ പുരുഷന്മാരുടെ 100 ഇരട്ടി ശക്തി ഉണ്ടാകുന്ന, 100 പുരുഷന്മാരുടെ ശക്തി ഉണ്ടാകുന്നതാണ് ഒരു മനുഷ്യന്. അവിടുത്തെ സ്വർഗ്ഗക്കാരനായ ഒരു പുരുഷന് പ്രവാചകൻ പറഞ്ഞതാണ് 100 ആളുടെ കരുത്തുണ്ടാകുന്നു. എന്തിന്? ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ, പിന്നെ ഭാര്യ ഭർത്തൃബന്ധത്തിനൊക്കെ 100 പുരുഷന്മാരുടെ ശക്തി കൊടുക്കുന്ന അള്ളാഹു. വിസർജിക്കുകയില്ല, അവിടെ മൂത്രിക്കുകയില്ല, കാഷ്ടിക്കുകയില്ല, തുപ്പുകയില്ല, കാർക്കിക്കുകയില്ല. എന്തുകൊണ്ടാണ്? അവിടുത്തെ ഭക്ഷണത്തിൽ നിന്ന് വേസ്റ്റ് ഇല്ല എന്നാണ്. അപ്പോൾ ഒരു വേദക്കാരൻ വന്നൊരിക്കൽ പ്രവാചകനെ ചോദ്യം ചെയ്തു. അവിടെ ധാരാളം കഴിക്കുമെന്നല്ല പറയണത്. അപ്പോൾ വിസർജ്യമൊക്കെ എന്ത് ചെയ്യും? സ്വർഗ്ഗം അഴുക്കാവൂലേ? അപ്പോൾ നബി പറഞ്ഞു, അവിടെ വേസ്റ്റ് ഇല്ല, അവിടെയുള്ളത് ഒരു വിയർപ്പാണ്. ആ വിയർപ്പിന് പോലും റഷ്ഹുൽ മിസ്കാണ്, മിസ്കിൻ്റെ ഗന്ധമാണ് അതിന് പോലും. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് വിയർപ്പായി പോകുമ്പോൾ പോലും അതിന് പോലും എന്തുണ്ട്? മിസ്കിൻ്റെ ഗന്ധം ഉണ്ടാകുമെന്നാണ്. അവിടുത്തെ മണ്ണ് ജഅഫറാനാണ്, കുങ്കുമമാണ്. മനുഷ്യർക്ക് ഈ ദുനിയാവിൽ നമുക്ക് പരിചയമുള്ള വാക്കുകൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ താമസിക്കാനിരിക്കുന്ന കെട്ടിടങ്ങളുടെ ഇഷ്ടികകൾ മിൻ ദഹബിൻ വഫിദ്ദത്തിൻ, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമാണ്. അല്ലേ? ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് കിട്ടാന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമാണ്. സ്വർണ്ണത്തിനൊക്കെ അത്ര വിലയാണ്. ചിലപ്പോൾ കിട്ടാത്ത സാധനമായി മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. എന്നാൽ അവിടുത്തെ കെട്ടിടങ്ങളുടെ ഇഷ്ടിക പോലും എന്താണ്? ഇങ്ങനെ മാറി മാറി ഗോൾഡനും സിൽവറുമാണ്, പ്യുവർ. നബി പറഞ്ഞതാണ് മിൻ ദഹബിൻ വഫിദ്ദത്തിൻ. സ്വർഗത്തെ അങ്ങോട്ട് തേടി ചെല്ലണ്ട, സ്വർഗം നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുന്നതാണ്. സൂറത്ത് ഖാഫിലുണ്ട് ആയത്ത്, വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. വഉസ്ലിഫത്തിൽ ജന്നതു, സ്വർഗം അടുത്തു കൊണ്ടുവരപ്പെടും. ലിൽ മുത്തഖീന, ആർക്കാണത്? ലിൽ മുത്തഖീന, മുത്തഖീങ്ങളെ നോക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. എൻ്റെ അവകാശികളെ, തൻ്റെ അവകാശികളെ തേടി സ്വർഗ കവാടങ്ങൾ ഇങ്ങോട്ട് വന്നോളും, അങ്ങോട്ട് ചെല്ലണ്ട. വസീഖൽ ലദീന തഖൗ റബ്ബഹും, അവിടെയും കാണാം ഇങ്ങനെ അള്ളാഹു കൂട്ടമായിട്ട് ഇങ്ങനെ നിർത്തും. ആരെ? അല്ലദീന തഖൗ റബ്ബഹും. മറ്റേ ആയത്തിൻ്റെ ബാക്കി എന്താണ്? വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. ഹദാ മാ തുഅദൂന, ഇത് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ചില ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഔവാബിൻ,
അള്ളാഹുവിനോട് വിനയം കാണിച്ച് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു പോയാൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, വിനയപ്പെടുന്ന, ഖേദിച്ചു മടങ്ങുന്ന ആളുകൾക്കും ഹഫീദിൻ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ ആളുകൾക്കുമാണ്. നമ്മൾ റമദാനിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ആയത്തുണ്ട്, സൂറത്ത് ആൽ ഇംറാനിലെ ആയത്ത്, വസാരിഊ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്ന അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. എത്രയാണ് അതിൻ്റെ വിശാലത! അവസാനം ചില ആളുകൾ നരകത്തിൽ കുറച്ചു കാലം അള്ളാഹു നിശ്ചയിക്കുന്ന കാലം അവരുടെ കർമ്മങ്ങളുടെ ഫലമായി കിടന്നതിന് ശേഷം മാത്രമേ സ്വർഗത്തിലേക്ക് എത്തുള്ളൂ എന്നാണ്. അതിൽ അവസാനം കയറുന്ന ഒരാളുണ്ട്. അതിനുശേഷമേ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അടക്കൂ. അതിനുശേഷമേ ഈ സ്വർഗത്തിൻ്റെയും നരകത്തിലെയും ഇടയിൽ ഭിത്തി സ്ഥാപിക്കൂ. കുറച്ചു കാലമൊക്കെ നരകത്തിൽ കിടക്കുന്ന ആളുകൾ ജഹന്നമിയൂൻ എന്നവർ അറിയപ്പെടുന്നതാണ്. ജഹന്നമിൽ നിന്ന് വന്നവർ എന്നർത്ഥത്തിൽ. അതിലവസാനം കയറുന്ന ആൾക്ക് പോലും അള്ളാഹു സമ്മാനിക്കുന്നത്, എനിക്കൊരിടം തരുമെന്ന് ചോദിക്കും. നരകത്തിൽ നിന്ന് കയറി അവസാനം വന്നയാളെ, എനിക്കൊരു സ്ഥലം, സ്വർഗത്തിലേക്ക് ഒരു പ്രവേശനം തരുമോ? സ്വർഗത്തിൽ ഇച്ചിരി സ്ഥലമായിട്ട് കൊടുക്കൂലല്ലോ എന്ന് പറയും. എത്രയുള്ളത്? നീ താമസിച്ച ഭൂമിയുടെ, നീ പാർത്ത നിൻ്റെ ഭൂമിയുണ്ടല്ലോ, അതിൻ്റെ 10 ഇരട്ടിയാണ് നിനക്ക് തരിക എന്ന്. അങ്ങനെ അവസാനത്തെ ആൾക്ക് കൊടുക്കണമെങ്കിൽ ആദ്യത്തെ ആൾക്ക് അത്ര കിട്ടിയിട്ടുണ്ടാവും. അല്ലേ? നമ്മളൊരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ രാത്രി അതിരൊക്കെ മാന്തിയിട്ട് അപ്പുറത്തെടുത്ത് കുത്തും. പകൽ കൊണ്ടുവന്ന് കുറ്റിയെടുത്തിട്ട് കുറച്ച് അപ്പുറത്തെടുത്ത് കുത്തി കളയും ആൾക്കാർ. എന്തിനാണ്? ഒരു ഇച്ചിരി സ്ഥലം കിട്ടാനാണ്. അത് നാളെ കണ്ഠാഭരണമായിട്ട് ഈ പരലോക നാളിൽ ഇതും തൂക്കിയിട്ട് വരുന്നതാണ്. ഈ അക്രമം ചെയ്ത ആൾക്കാരുണ്ടല്ലോ, മറ്റവൻ്റെ സ്ഥലം ഒരല്പം സ്ഥലം കയ്യേറാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത്തിരി കുറവുണ്ട്. പറഞ്ഞ ആളുകൾ വളരെ ശ്രദ്ധിച്ചാണ്. 3 സെൻറ്റ് 4 സെൻറ്റൊക്കെ ആളുകൾക്കുള്ളൂ. പണ്ട് കൂടുതലുണ്ടായിരുന്ന സമയത്ത് കുറ്റിക്കൊന്നും വലിയ ഉറപ്പില്ലാത്ത കാലത്ത് കുറ്റിയൊക്കെ മാറ്റിയിട്ട ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, കണ്ഠാഭരണമായിട്ട് അത്രയേറെ ഭാരമുള്ള മണ്ണ് കഴുത്തിൽ അണിഞ്ഞിട്ടായിരിക്കും അവർ വരിക എന്ന്. ഈ ഭൂമിയുടെ 10 ഇരട്ടിയാണ് കൊടുക്കുക. കർമ്മങ്ങളുടെ ഫലമായി ഓരോരുത്തർക്കും ഓരോ ഇന്നഹജിനാനുൻ, അതൊരു സ്വർഗമല്ല, അനേകം സ്വർഗങ്ങളാണത്, ഒരു സ്ഥലമൊന്നുമല്ല. ഇന്നഹജിനാനുൻ, അത് അനേകമുണ്ട്. ആദ്യം സ്വർഗത്തിലേക്ക് കടക്കുന്ന പ്രവാചകന്മാരെയൊക്കെ നമ്മൾ കാണുക, താഴെയുള്ളവർ കാണുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങൾ, ഉയർന്ന വളരെ അകലെയുള്ള നക്ഷത്രങ്ങളെ എങ്ങനെ കാണുമോ അത്രയും അകലത്തിലേ കാണുള്ളൂ. അവിടെ അത്രയും ഉയരത്തിലായിരിക്കുന്നതാണ്. സ്വർഗ്ഗക്കാരൻ്റെ ആകെയുള്ള വേദന അതാണ്. എന്ത്? പടച്ചോനെ, ദുനിയാവിൽ ആ പാഴാക്കി കളഞ്ഞ സമയത്ത് 4 റക്അത്ത് നിസ്കരിച്ചിരുന്നെങ്കിൽ, കുറച്ചും കൂടി ദിക്ർ ചൊല്ലിയിരുന്നെങ്കിൽ, കുറച്ച് ഖുർആൻ ഓതിയിരുന്നെങ്കിൽ എനിക്കും അവിടെ എത്തായിരുന്നല്ലോ, എനിക്കും കുറച്ചും കൂടി മേലെത്തായിരുന്നല്ലോ എന്ന് ചിന്തിക്കുക എന്നാണ്. ആര്? ആകെ അവൻ്റെ ബേജാറെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ബേജാറൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ഖേദം ഉണ്ടാകും, വേറൊരു ഖേദം ഉണ്ടാവില്ല. നിർഭയത്വമാണ് അവിടെ മുഴുവനും. ഖാലിദീന ഫീഹ, ഇടക്കിടക്ക് അനൗൺസ്മെൻ്റ് ഉണ്ടാകും. എന്തെങ്കിലും സുഖങ്ങൾ കൂടി വരുമ്പോൾ ഇത് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ബേജാറുണ്ടാകുമ്പോൾ അള്ളാഹു അനൗൺസ് ചെയ്യുന്നത് ഖാലിദീന ഫീഹ, ഇതിൽ ശാശ്വതരാണ് കേട്ടാ, നിങ്ങളിതിൽ ശാശ്വതരാണ്. മദാമത്തി സമാവാത്തു വൽ അർദ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെയാണ്. എന്നൊക്കെ ആകാശവും ഭൂമിയും ഉണ്ടാകുമോ അന്ന് മുഴുവനും നിങ്ങൾ ഇവിടെ പാർക്കും, ഒരിക്കലും പുറത്തു പോകേണ്ടി വരില്ല. ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തൽ ഊല, ഒന്നാമത് ഭൂമിയിൽ വെച്ചൊരു മരണം സംഭവിച്ചല്ലോ, നമ്മളൊക്കെ സാക്ഷികളായ, നമ്മളൊക്കെ അനുഭവിക്കാനിരിക്കുന്ന ഒരു മരണമുണ്ട്. ആ മരണമല്ലാതെ രണ്ടാമതൊരു മരണം പരലോക നാളിൽ ഉണ്ടാവുകയില്ല. അള്ളാഹു അവർക്കത് കൊടുക്കൂല, അവരവിടെ ശാശ്വതരാണ്. വഖാഹും അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് അവരെ കാക്കുകയും ചെയ്യും പടച്ചവൻ. സ്വർഗത്തിൽ കയറിയതാണ്, പിന്നെ പുറത്തോണ്ടി വരില്ല, പിന്നെ ഒരു അദാബുമില്ല, സലാമ് മാത്രമേ ഉള്ളൂ. ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, സൂറത്ത് മുഹമ്മദിൽ പറയുന്നുണ്ട്. മസലുൽ ലദീ ഇദൽ മുത്തഖൂന, മുത്തഖീങ്ങൾക്ക്, എല്ലായിടത്തും മുത്തഖീങ്ങളാണ്, എല്ലായിടത്തും സ്വർഗ്ഗക്കാരെ പരിചയപ്പെടുത്തുന്ന മുഴുവൻ ആയത്തുകൾ എന്താണ്? അല്ലദീന തഖൗ അൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾ എന്നാണ്. എന്താ തഖ്വ എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. അതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. കൂടെ കിടക്കുന്ന ഭാര്യക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ പെറ്റുപോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കോ അടുത്ത കൂട്ടുകാർക്കോ ആർക്കും മനസ്സിലാവില്ല. പടച്ചവന് മാത്രമേ അറിയുള്ളൂ ഓരോരുത്തർക്കും എത്ര തഖ്വയുണ്ടെന്ന്. മുത്തഖീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരൻ, ഈ മുത്തഖീങ്ങൾക്കുള്ളതാണെന്നാണ് സ്വർഗം. പുറത്തു പോകേണ്ടി വരില്ല. 4 തരം അരുവികളെ ഖുർആൻ പരിചയപ്പെടുന്നു സൂറത്ത് മുഹമ്മദിൽ. അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെള്ളം. ഈ അടുത്ത സമയത്ത് ഒരു സിനിമാതാരം പറഞ്ഞു, ഈ സ്വർഗത്തിൽ പാലിൻ്റെ പുഴയുണ്ടെന്ന്. ഓർക്കുമ്പോൾ ബോറടിക്കുന്നു. എന്താണ്? പാലൊക്കെ കുപ്പിയിൽ കിട്ടിയാലേ രസമുള്ളൂ എന്ന്.
പാല് ഒരു സിനിമാ നടൻ വിമർശിച്ചതാണ് സ്വർഗത്തെ. പലരും പല നിലക്കും വിമർശിക്കാറുണ്ട്. ഒന്ന് എന്താണ് അത് കുപ്പിയിൽ കിട്ടിയാലേ രസമുള്ളൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ വെള്ളം കുപ്പിയിൽ കാണുന്നതാണ് രസം, അതല്ലെങ്കിൽ കുതിച്ചൊഴുകി വരുന്ന വെള്ളം കാണാനാണ് രസം നദിയിൽ. ഫീഹിമ ഐനാനി നദ്ദാഖത്താൻ സൂറത്തു റഹ്മാനിൽ പറയുന്നുണ്ടത്. ഫീഹിമ ഐനാനി നദ്ദാഖത്താൻ കുതിച്ചൊഴുകുന്ന രണ്ട് നദികൾ വേറെയുമുണ്ട് അതിൽ. മിൻ മാഇൻ ഗൈരി ആസിൻ മിൻ ലബനിൻ പാലിൻ്റെ പുഴയുണ്ട് അവിടെ. മിൻ അസലിൻ മുസഫ നല്ല രസികൻ തേനിൻ്റെ പുഴയുണ്ട്. മിൻ ഖംറിൻ ലസ്സത്തിൻ ലിശാരിബീൻ ലാ ഫീഹാ ഗൗലുൻ വലാഹും അൻഹാ യുൻസഫുൻ. അത് മറ്റൊരായത്താണ്. മിൻ ഖംറിൻ ലസ്സത്തിൻ ലിശാരിബീൻ കുടിക്കുന്നവർക്ക് രുചികരമായ മദ്യത്തിൻ്റെ പുഴയുണ്ട്. ഇവിടെ നമുക്കത് ഹറാമാണ്, അവിടെ അനുവദനീയമാണ്. പടച്ചവൻ അനുവദിച്ചു തരും. ലാ ഫീഹാ ഗൗൽ അത് കുടിച്ചാൽ നിങ്ങൾക്ക് ലഹരി ബാധിക്കുകയോ തലവേദനിക്കുകയോ നിങ്ങൾ റോഡിൽ മറിഞ്ഞു വീഴുകയോ കാണയിൽ പെടുകയും ചെയ്യൂല. അത്ര ശുദ്ധമാണ്. ഇവിടെ ദുരനുഭവങ്ങളാണ്, അതവിടെ സൽ അനുഭവങ്ങളാണ്. ഇവിടെ അനുവദിച്ച് ഹറാമാക്കിയ ചില കാര്യങ്ങൾ, ചില നിയന്ത്രണങ്ങൾ പാലിച്ചാൽ പടച്ചവൻ അതിൻ്റെ ശുദ്ധമായ രൂപം നാളെ പരലോകത്ത് തരും. അല്ല, കുറേ നിറങ്ങളുണ്ട്. ആ നിറങ്ങൾ നമുക്ക് പരിചയമുള്ള കുറേ നിറങ്ങളുണ്ട്. ആ നിറങ്ങളില്ലാത്ത അനേകം നിറങ്ങളും പടച്ചവൻ വേറെ വെച്ചിട്ടുണ്ട്. വഫീഹാ മാ തഷ്തഹീഹിൽ അൻഫുസ് വതലദ്ദുൽ അയുൻ അവിടെ മനസ്സിച്ഛിക്കുന്നതെന്തും. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ നിങ്ങളുടെ നഫ്സ് ആഗ്രഹിക്കുന്നതും നിങ്ങൾ ചോദിക്കുന്നതും ഒക്കെ ഞാൻ തരും. നരകത്തെ ഇങ്ങനെ വർണ്ണിച്ചതിന് ശേഷം, പരിചയപ്പെടുത്തിയതിന് ശേഷം ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ അദാലിക ഖൈർ നബിയെ ചോദിക്കൂ, അതാണോ നല്ലത്? അം ജന്നത്തുൽ ഖുൽദ് അല്ലെങ്കിൽ ശാശ്വതമായ അനശ്വരതയുടെ സ്വർഗമാണോ നല്ലതെന്ന് ചോദിക്കും നബിയെ. വഇദൽ മുത്തഖൂൻ കാനത് ലഹും ജസാഅൻ വമസീറ അവർക്ക് മടങ്ങി ചെല്ലാനിരിക്കുന്ന സ്വർഗമാണോ നല്ലത്, അതല്ല ഈ കത്തിജ്വലിക്കുന്ന അഗ്നിയാണോ നല്ലതെന്ന് ചോദിക്കും അവരോട്. ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ കാന അലാ റബ്ബിക വഅദൻ മസ്ഊല പടച്ചവൻ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. ചോദിച്ചോ, ഞാൻ തരാം. ഒരു വാക്ക് ഞാൻ ലംഘിക്കൂല. നിങ്ങൾക്ക് എന്താണോ ഞാൻ വാഗ്ദാനം ചെയ്തത് അത് മുഴുവൻ ഞാൻ തരും. കാന അലാ റബ്ബിക വഅദൻ മസ്ഊല ചോദിച്ചു വാങ്ങാവുന്ന വാഗ്ദാനാണെന്നാണ്. പടച്ചവന് ചോദിക്കാം നമുക്ക്. പടച്ചവൻ ഇങ്ങനെയൊക്കെ ഓഫർ ഉണ്ടായിരുന്നല്ലോ, അതിനെന്താ ഞാൻ തരാമെന്ന്. ധാരാളം അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അല്ല, ഇണകൾ ഉണ്ടാകുവാണ്. ഇണകളെ വർണ്ണിക്കുന്നിടത്ത് ഖുർആൻ അന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ പുരുഷന്മാരെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടില്ല. ഹൂറു മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം നിങ്ങളുടെ സ്വന്തം ഭൂമിയിലെ ഇണകൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. അതിന് പുറമെ അള്ളാഹു ഈ ഖൈമുകളിൽ ചില കൊട്ടാരങ്ങളിൽ നിയന്ത്രിച്ച് നിർത്തിയിട്ടുള്ള ചില ഇണകളുണ്ടാകും. കഅന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ ഒരിടത്ത് പറഞ്ഞത് അവർ മാണിക്യവും മരതകവും പോലെ ഇരിക്കുന്നതാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന രണ്ട് ലോഹങ്ങളാണ്, ഈ കല്ലുകളാണ്, ഇഷ്ടമുള്ള വസ്തുക്കളാണ്. കഅന്നഹുന്ന ബൈദും മക്നൂൻ പക്ഷികൾ, ഈ കോഴികളെയൊക്കെ വിരിയിക്കുന്ന ആളുകൾക്കറിയാം, ഒരു 10-14 ദിവസം കഴിഞ്ഞിട്ടല്ലേ കോഴീൻ്റെ മുട്ട വിരിയുള്ളൂ. അപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ചിറകിൽ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ അത് നോക്കിയാൽ നല്ല മനോഹരമായ ദൃശ്യമാണത്. അതിനോടാണ് ഒരിടത്ത് ഖുർആൻ ഈ ഹൂറിലിങ്ങൾ ഉപമിച്ചത്. ഹൂറുൻ ഐൻ എന്നാണ്. ഹൂർ എന്ന് പറഞ്ഞാൽ വെളുത്ത സ്ത്രീകൾ, ഐൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായ കണ്ണുകളുള്ളവരെന്നാണ് അർത്ഥം. സമപ്രായക്കാരായ സ്തനം തുടിച്ച തരുണികൾ എന്ന് സൂറത്തുൻ നബയിലുണ്ട്, അമ്മ സൂറത്തിലുണ്ട്. ഇങ്ങനെ അനേകം വർണ്ണനകളുണ്ട്. എന്താണ് ഇത്? പുരുഷൻ്റെ ആഗ്രഹമാണ്. സ്ത്രീകളോട് ഇപ്പോൾ യുക്തിവാദികളും നവനാസ്തികരൊക്കെ പറയണത് നിങ്ങൾക്കൊരു ചുക്കോടെ കിട്ടാൻ പോകില്ല എന്നാണ്. ഒക്കെ പുരുഷന്മാർക്കാണ്. അല്ല, അവരെന്താണോ പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞാണ്, സ്ത്രീകളെ പുരുഷന്മാരെ നിങ്ങളിൽ ഒരാളുടെയും അമല് ഞാൻ പാഴാക്കൂല. നിങ്ങൾക്ക് എന്താണോ ചോദിക്കുന്നത് അത് തരൂ. നിങ്ങളെ നിരാശപ്പെടുത്തൂല. നിരാശയുടെ വർത്തമാനം വാക്ക് കേൾക്കൂല. അത് കിട്ടൂല കേട്ടോ, അത് നിങ്ങൾക്കില്ലട്ടോ എന്ന് പറയില്ല എന്നാണ്. അവിടുത്തെ പഴങ്ങൾ നിങ്ങൾ നിന്നാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്ന് കഴിക്കാം, പൊട്ടിച്ച് തിന്നാം. ഇരിക്കണമെങ്കിൽ ഇരുന്ന് വരും. കാരണം ഖുതൂഫു ഹദാനിയ അവിടുത്തെ പഴങ്ങൾ മുഴുവൻ താഴേക്ക് വരുന്നതാണ്. മുഴുവൻ പഴങ്ങളും ഖുതൂഫു ഹദാനിയ എല്ലാ പഴങ്ങളും താഴേക്ക് വരും നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ. എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങൾ കഴിക്കാവുന്നതാണ്. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖാ ഓരോ പഴങ്ങളും ഓരോ ഭക്ഷ്യവസ്തുക്കളും കൊടുക്കുമ്പോൾ അവർ പറയും
ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ, ഇതല്ലേ നേരത്തെ തന്നത്. വഅ്തൂ ബിഹി മുതശാബിഹ, പക്ഷേ രൂപത്തിൽ, നിറത്തിൽ, കോലത്തിൽ മാത്രമേ സാദൃശ്യമുണ്ടാകൂ, രുചി തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇല്ലാട്ടോ, ഇതല്ല, ഇത് നേരത്തെ കഴിച്ചതല്ല, അതിനേക്കാൾ മെച്ചമാണ്. അതിലൊരു സൂക്കുണ്ടെന്നാണ്, സ്വർഗത്തിലൊരു അങ്ങാടിയുണ്ട്. ലാ ശിറാ ഫീഹ വലാ ബൈ, ഹദീസിലുള്ളതാണ്. അവിടെ വാങ്ങലും വിൽക്കലൊന്നുമില്ല. ആളുകൾ വെള്ളിയാഴ്ചകളിൽ സമ്മേളിക്കും അവിടെ, എന്നിട്ട് സംസാരിക്കും, കുശലം പറയും, പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കും. ചിലർ പറയും കാനലി കരീൻ, അവിടെ നിന്ന് പറയുന്നത് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു എനിക്ക് അവിടെ ദുനിയാവിൽ. ഖുറാനുള്ളൊരായത്താണ്. കാനലി കരീൻ, എനിക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. യഖൂലു ഐന്നക ലമിനൽ മുസദ്ദിഖീൻ, എന്നോട് എപ്പോഴും ചോദിക്കും, നിനക്കിതൊക്കെ വിശ്വാസമുണ്ടോ? എന്ത് ഐദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമദീനൂൻ, നമ്മളിങ്ങനെ മരിച്ച് മണ്ണും ഈ എല്ലുമൊക്കെ ആയി മാറി നുരുമ്പിപ്പോയാൽ, ഭൂമിയിൽ ഇല്ലാതെയായി തീർന്നാൽ പിന്നെയും നമ്മളെ ജീവിപ്പിച്ചിട്ട് സമ്മാനം തരും പടച്ചോൻ, പ്രതിഫല നാളുണ്ടാക്കും, സ്വർഗം നരകം, ഇതൊക്കെ നിനക്ക് നീ വിശ്വസിക്കുന്നുണ്ടാ എന്ന് ചോദിക്കുന്നൊരു ചങ്ങാതി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു മലക്ക് വരുന്നതാണ്. ഖാല ഹൽ അൻതും മുത്തലിഊൻ, നിങ്ങൾക്ക് കാണണം ആ ചങ്ങാതിയെ എന്ന് ചോദിക്കും. ആ കാണാൻ താല്പര്യപ്പെടും. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകും. ഫത്വലഅ ഫറആഹു ഫീ സവാഇൽ ജഹീം, അപ്പോൾ ഈ സംശയാലുവായ ഈ മനുഷ്യനുണ്ടാകും നരകത്തിൻ്റെ ഒത്ത മധ്യത്തിൽ നിന്നിങ്ങനെ കത്തുന്നു. നോക്കൂ, രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഒരാൾ നിഷേധിയായതുകൊണ്ട് നരകത്തിലും, മറ്റേയാൾ വിശ്വാസിയായതുകൊണ്ട് സ്വർഗത്തിലുമായി. രണ്ടും തികച്ചും വ്യത്യസ്തമായ രണ്ട് ധ്രുവങ്ങളൊന്നും പറഞ്ഞാൽ പോരാ, അത്രയും വിദൂരമായ രണ്ടനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾക്കിടയിൽ പടച്ചോൻ അവരോട് ചോദിക്കും, എങ്ങനെയുണ്ട് സ്വർഗം? കുറേ നാളുകൾ കഴിയുമ്പോൾ അവസാനത്തെ ആളും സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ പടച്ചോൻ ചോദിക്കും, എങ്ങനെയുണ്ട് സ്വർഗം? ഇത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല, ഞങ്ങളുടെ അമലിനനുസരിച്ചോ ഞങ്ങളുടെ ജീവിതത്തിനനുസരിച്ചോ ഒന്നുമല്ല നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്, നീ ഞങ്ങളെ കൺകുളിർപ്പിച്ചു. അപ്പോൾ അള്ളാഹു പറയും, നിങ്ങൾക്കൊരു അധിക സമ്മാനമുണ്ട്. വലദൈന മസീദ്, ഖുർആനിലെ ആയത്താണത്. വലദൈന മസീദ്, ഒരു അധിക സമ്മാനം കൂടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇനിയും സമ്മാനമോ എന്ന് ചോദിക്കും പടച്ചവൻ. അപ്പോൾ തൻ്റെയും തൻ്റെ സ്വർഗവാസികളായ അടിമകളുടെയും ഇടയിലുള്ള വിരി മാറ്റും എന്നാണ് ഹിജാബ്. ആ ഹിജാബ് മാറ്റുമ്പോൾ പടച്ചവന് പൂർണ്ണ രൂപത്തിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ, നിങ്ങൾ എങ്ങനെയാണോ 14-ാം രാവിന് ഈ ഈ ചന്ദ്രനെ കാണുക, അതുപോലെ അത്രയും ക്ലിയറായി നിങ്ങളുടെ റബ്ബിനെ പൂർണ്ണ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പൂർണ്ണ സൗന്ദര്യത്തിൽ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ മുഴുവനും അപ്പോൾ സുജൂദിൽ വീഴുന്നതാണ്. എത്ര കാലം അവരെങ്ങനെ സുജൂദിൽ കിടക്കുമെന്ന് ആർക്കും അറിയുകയില്ല. സന്തോഷം കൊണ്ടേ അള്ളാഹുവിനെ, തൻ്റെ സൃഷ്ടാവിനെ, അല്ലേ, ഈ ഉമ്മയെയോ വാപ്പയോ ഒക്കെ ചെറുപ്പത്തിൽ കാണാൻ പറ്റാത്ത, നേരത്തെ വാപ്പയോ ഉമ്മയൊക്കെ മരിച്ചുപോയ ആളുകളോട് ചോദിച്ചാൽ അവരുടെ വലിയ മോഹം എന്താണ്? ഉമ്മനെ കാണണം, വാപ്പാനെ കാണണമെന്നായിരിക്കും. നമ്മളെ ഈ രൂപത്തിൽ സൃഷ്ടിച്ച് നാം ജനിക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന അള്ളാഹുവിനെ അറിഞ്ഞ, സൃഷ്ടാവിനെ മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വലിയ മോഹം എന്താണ്? ഉമ്മാനെ വാപ്പാനെന്ന് എനിക്കൊരു റബ്ബിനെ കാണണമെന്നായിരിക്കും. ആ റബ്ബിനെ പൂർണ്ണാർത്ഥത്തിൽ കാണാനുള്ള വേള പടച്ചവൻ നമുക്കുണ്ടാക്കി തരും. എല്ലാവർക്കും ഉണ്ടാവില്ല. ചില ആളുകൾ അള്ളാഹു മറഞ്ഞു നിൽക്കും, സ്വർഗ്ഗക്കാർക്ക് മാത്രം അള്ളാഹു പ്രത്യക്ഷപ്പെടും. അള്ളാഹു അങ്ങനെയുള്ള മഹാഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الإخوة أوصيكم ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. എല്ലാവർക്കും അറിയുന്ന ആയത്തുകളാണ്. സൂറത്തുൽ ഫജ്റിലെ അവസാനത്തെ വചനങ്ങളാണ്. അള്ളാഹു സ്വർഗ്ഗക്കാരെ ആശീർവദിക്കുകയാണ്, അവരെ ആശംസിക്കുകയാണ്. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവെ. ഈ മുത്മഇന്ന എന്ന വാക്ക് മറ്റൊരിടത്ത് ക്രിയാരൂപത്തിൽ വന്നിട്ടുണ്ട്. അത് പറയാനാണ് ഞാനത് സൂചിപ്പിച്ചത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടാണ്, ദൈവസ്മരണ കൊണ്ടാണ് മനുഷ്യർക്ക് തുമഇനീനത്തുണ്ടാകുന്നത്. അപ്പോൾ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് അള്ളാഹു വിളിക്കുന്നത് ആരെയാണ്? ഇങ്ങനെ ദിക്ർ, ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ദിക്റിൽ മുഴുകി ജീവിച്ചു. ദിക്റിൽ മുഴുകണമെന്നൊന്നുമില്ല, ദിക്ർ മാത്രമായിട്ട് നടക്കണമെന്നും ഖുർആൻ പറയുന്നില്ല, അള്ളാഹു പഠിപ്പിക്കണ്ട. ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ അള്ളാഹു നമുക്ക് അനുവദിച്ച എല്ലാ ആസ്വാദനങ്ങളും ഹലാലായതൊക്കെയും
നമുക്ക് അനുഭവിക്കാം, നേടിയെടുക്കാം, അത് ആസ്വദിക്കാം, അതിനൊന്നും വിരോധമില്ല. പക്ഷെ അപ്പോൾ അള്ളാഹനെ മറക്കരുതെന്നാണ്. വലാ ലാ തുൽഹിക്കും അംവാലുക്കും വല ഔലാദുക്കും അൻ ദിക്രില്ല. ദിക്റുള്ള കൊണ്ടാണ് ഈ ഹൃദയങ്ങൾക്ക് തുമഅനീനത്ത് അഥവാ സമാധാനം ഉണ്ടാകുന്നത്. ഇങ്ങനെ സമാധാനം കിട്ടിയ ആത്മാവിനെയാണ് പരലോക നാളിൽ അള്ളാഹു സ്വർഗത്തിലേക്ക് വിളിക്കുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ദിക്ർ കൊണ്ട് സമാധാനം കിട്ടിയ ആത്മാക്കൾ. അപ്പോൾ ദുനിയാവിൽ തന്നെ അവർക്ക് സമാധാനമായിരുന്നു, പരലോകത്ത് അങ്ങനെ ഉണ്ടാവുന്നതാണ്. ശരിക്കും പരലോക നാളിൽ സ്വർഗം കിട്ടാനിരിക്കുന്ന ആൾക്ക് ദുനിയാവിൽ തന്നെ അതിൻ്റെ ചെറിയൊരു സ്പർശം ഉണ്ടാകും. തീർച്ചയായിട്ടും അത് അനുഭവിക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും. നല്ല സമാധാനവും സന്തോഷവും ഒരിക്കുള്ളൂ. മറ്റൊരാളും പറയാൻ പറ്റില്ല അത് ഞാൻ അനുഭവിക്കുന്ന സുഖം. ഒരു വിശ്വാസിക്ക് മറ്റൊരാൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ആൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നീ തൃപ്തിപ്പെട്ടവളായും തൃപ്തി ലഭിച്ചവളായും. നഫ്സ് എന്ന വാക്ക് സ്ത്രീലിംഗ വാക്കാണ്, അതുകൊണ്ടാണ് റാദിയതൻ മർദിയ എന്ന സ്ത്രീലിംഗ രൂപത്തിൽ പ്രയോഗിച്ചത്. ഫദ്ഖുലി ഫി ഇബാദി, എൻ്റെ അടിമകളോടൊപ്പം വദ്ഖുലി ജന്നതി, നീ എൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു നിങ്ങളെയൊക്കെയും ക്ഷണിക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഇലാ ദാരിസ്സലാം, സലാമിൻ്റെ സമാധാനത്തിൻ്റെ ഭവനമായ സ്വർഗത്തിലേക്കാണ്. അതൊരിക്കലും നഷ്ടമല്ല. ചെറിയ ചെറിയ ത്യാഗങ്ങളും ചില വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്യാൻ ഒരുക്കമായാൽ, ഹുജിബത്തുൽ ജന്നത്തു ബിൽ മക്കാരിഹി എന്നാണ്. വെറുപ്പുള്ള കാര്യങ്ങൾ, മനുഷ്യന് വെറുപ്പുള്ള കാര്യങ്ങൾ കൊണ്ടാണ് സ്വർഗത്തെ മൂടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, നല്ല തണുത്ത പ്രഭാതത്തിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ വദു ചെയ്യുകയൊക്കെ ചെയ്തിട്ട് പള്ളിയിലേക്ക് നടന്നു വരിക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രശ്നമാണ് അല്ലേ? നമ്മൾ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം അള്ളാഹു നിശ്ചയിച്ച വഴികളിൽ ചെലവാക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമാണ്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും 8 വിഭാഗം ആളുകൾക്കാണ്. അതിലൊന്ന് സ്വതക്കയുടേതാണ്, ബാബു സ്വതക്ക, ബാബു സ്വലാത്ത്, ബാബുൽ ജിഹാദ്, ബാബു സൗം അല്ലേ? റയ്യാൻ എന്ന കവാടം ആർക്കാണ്? നോമ്പുകാർക്കുള്ളതാണ്. ഇങ്ങനെ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും 8 വിഭാഗം ആളുകൾക്കാണ്. ചില ആളുകളെ എല്ലാ കവാടത്തിൽ നിന്നും മലക്കളെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിലെ വായോ എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നതാണ്. മൻ ബന മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ആരെങ്കിലും ഒരു പള്ളി ദുനിയാവിൽ പണിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി പടച്ചോൻ ദുനിയാവിൽ അയാൾ ജീവിച്ചിരിക്കെ തന്നെ സ്വർഗത്തിലൊരു വീട് പണിത് കൊടുക്കുന്നതാണ്. ആരെങ്കിലും തൻ്റെ ഫർദ് നമസ്കാരങ്ങളോടൊപ്പം 12 റക്അത്ത് ഈ റവാത്തീബ് നമസ്കരിച്ചാൽ അയാൾക്കും അള്ളാഹു സ്വർഗത്തിലൊരു ഭവനം പെടുത്തും. ചെറിയ ചെറിയ ത്യാഗങ്ങളുണ്ട്, ഒരു സമയം കണ്ടെത്തണം, കുറച്ച് മടിയുള്ള സംഗതി. അതാണ് ബിൽ മക്കാരിഹ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിന് വെറുപ്പുള്ള സംഗതികൾ കൊണ്ടാണ്, അനിഷ്ടകരമായ സംഗതി, വെറുപ്പൊന്നല്ല, അനിഷ്ടകരമായ സംഗതികൾ കൊണ്ടാണ് സ്വർഗത്തെ അള്ളാഹു മറച്ചിട്ടുള്ളത്, മൂടിയിട്ടുള്ളത്. അങ്ങനെ ഓരോ അനിഷ്ടങ്ങളെ നമ്മൾ ഇനി അടുത്തടുത്ത് മാറ്റിയാൽ അവസാനം നമ്മൾ സ്വർഗം കാണും. സലാസത്തുൻ ലാ യദ്ഖുലൂന അൽ ജന്ന, സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. 3 വിഭാഗം ആളുകൾ, പലപ്പോഴായി പല കൂട്ടരെയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 വിഭാഗം ആളുകൾ സ്വർഗത്തിൽ കടക്കൂല, ഒരു പ്രതീക്ഷ വേണ്ട. അതിലൊന്ന് ഖാത്തിഉ റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ച ആളുകളാണ്. 2 മുദ്മിനു ഖംറിൻ, കള്ള് കുടിച്ചവരാണ്, മദ്യപാനികൾ. ഇപ്പോഴും ഈ ന്യൂ ഇയറിൻ്റെ കണക്ക് വന്നിട്ടുണ്ട്, ക്രിസ്തുമസിൻ്റെ ന്യൂ ഇയറിൻ്റെ കണക്ക് 108 കോടി രൂപക്ക് സർക്കാരിൻ്റെ മദ്യം കുടിച്ചിട്ടുണ്ട്. അതല്ലാത്ത കണക്ക് വേറെയാണ്. ഇതിപ്പോൾ അല്ലാത്ത ലഹരി വസ്തുക്കൾ വേറെ ഉണ്ടല്ലോ. അപ്പോൾ മുസദ്ദിഖുൻ ബിസിഹ്രിൻ, അല്ല, എനിക്കെന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും അനിഷ്ടകരമായ അനുഭവങ്ങൾ ഉണ്ടായാൽ, ദുരനുഭവങ്ങൾ ഉണ്ടായാൽ, രോഗങ്ങളുണ്ടായാൽ അത് ആരോ അന്തോ എനിക്ക് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞാൽ സിഹർ ചെയ്തിട്ടാണ് എന്ന് വിശ്വസിച്ചാൽ അവൻ്റെ കാര്യവും പോക്കാണ്. അത് അള്ളാൻ്റെ വിധിയാണെന്ന് വിശ്വസിക്കണമെന്നാണ്. അതല്ലെങ്കിൽ മുഅ്മിനുൻ ബിസിഹ്രിൻ, വേറൊരു ഹദീസിൽ മുഅ്മിനെന്നും ഒരു ഹദീസിൽ മുസദ്ദിഖ് എന്നും വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിധി എന്ന് വിശ്വസിക്കുന്നിടത്ത് വേറെ ആരോ ദുനിയാവിൽ വെച്ച് എൻ്റെ കോഴിമുട്ടമ്മ എന്തോ വരച്ചിട്ടാണ് എനിക്ക് ഈ രോഗം ഉണ്ടായത്, അല്ലെങ്കിൽ ഇളനീരുമ്മൽ കരിക്കുമ്മൽ എന്തോ വരച്ച് രൂപം വരച്ചിട്ട് ആണ് എനിക്ക് രോഗം ഉണ്ടായതെന്ന് വിശ്വസിച്ചാൽ അവൻ്റെ കാര്യവും പോക്കാണ്, അവന് സ്വർഗത്തിൽ കയറില്ല എന്നാണ്. ഇങ്ങനെ കുറേ വിശ്വാസപരമായ കാര്യങ്ങൾ, ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില സദാചാര മര്യാദകൾ, അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ സൂക്ഷിച്ചാൽ വളരെ സിമ്പിളാണ്. തദ്ഖുലു ജന്നത റബ്ബിക്കും ബിസലാമിൻ, നിങ്ങൾക്ക് സുഖകരമായി നിങ്ങളുടെ റബ്ബിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാം. അള്ളാഹു അങ്ങനെ സുഖകരമായി ദുനിയാവിലും പരലോകത്തും ഇങ്ങനെ ഈ തുമഇനീനത്ത്, സമാധാനം ലഭിക്കുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, അവൻ്റെ യഥാർത്ഥ അടിമകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ നമുക്ക് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ
സത്യവിശ്വാസികളായ വിശ്വാസിനികളായ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, ഗുരുജനങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ച ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ആളുകൾ, അവരിലെ മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളെയും അവരെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. കടങ്ങൾ കൊണ്ടും മറ്റും വിഷമിക്കുന്ന ആളുകൾക്ക് അവരുടെ കടബാധ്യതകളെ തീർത്തു കൊടുക്കണമേ നാഥ. നല്ലതായ ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി കൊടുക്കണമേ നാഥ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ ഈ പള്ളിയിൽ ഒരു കളക്ഷൻ എടുക്കുന്നുണ്ട്. അത് ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് കൈയയച്ച് സഹായിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു നമ്മുടെ മുഴുവൻ നന്മകളെയും കബൂൽ ചെയ്യുകയും പരലോകത്തും ഇഹലോകത്തും നമുക്ക് ബർക്കത്ത് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിന്നാ വൽ അംവാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها